തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ചതിനു പിന്നാലെ കുഴഞ്ഞു വീണ 1 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നെയ്യാറ്റിൻകര കവളാകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാഞ്ഞിരംകുളം സ്വദേശികളായ ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകൻ 1 വയസ്സും 2 മാസവും പ്രായമുള്ള ഇഹാൻ എന്ന അപ്പുവാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:30യോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. പിതാവ് ഷിജിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്ന ബിസ്ക്കറ്റും മുന്തിരിയും മാതാവ് കുട്ടിക്ക് നൽകിയിരുന്നു. ഇത് കഴിച്ച് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു. വായിൽ നിന്ന് നുരയും പതയും വന്ന് ചുണ്ടിലും വായിലും നിറവ്യത്യാസം കണ്ടതോടെ മാതാപിതാക്കൾ ഉടൻ തന്നെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് മാതാവിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയതോടെയാണ് പോലീസ് അന്വേഷണം ശക്തമാക്കിയത്. ഷിജിലും കൃഷ്ണപ്രിയയും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും ഏറെക്കാലം പിരിഞ്ഞു താമസിച്ച ഇവർ അടുത്തിടെയാണ് വീണ്ടും ഒന്നിച്ചതെന്നും ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പിതാവ് ഷിജിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. കുഞ്ഞിന്റെ അന്നനാളത്തിൽ രക്തം കട്ടപിടിച്ചതായും വയറ്റിൽ ക്ഷതമേറ്റ പാടുള്ളതായും പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് കുട്ടി വീണതിനെ തുടർന്ന് കൈക്ക് പരിക്കേറ്റിരുന്നതായും വിവരമുണ്ട്. അസ്വാഭാവിക മരണത്തിന് ഭാരതീയ ന്യായ സംഹിത 194 വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് മരണകാരണം വിഷബാധയാണോ ശ്വാസതടസ്സമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന ഫലത്തിനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.